നമ്മൾ കോൺഗ്രസിനെ സംബന്ധിച്ചെല്ലാം അറിയുന്നവരാണെങ്കിലും ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുമെന്ന് കരുതിയില്ല. വയനാട്ടിലെ ദുരന്തബാധിതരായി അവശേഷിക്കുന്ന മനുഷ്യർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. 230 വീട് മൊത്തം നിർമ്മിച്ചു കൊടുക്കും. തകൃതിയായ പിരിവ് നടത്തി കോടാനുകോടി പിരിച്ചു. കോടാനുകോടി. മനുഷ്യനായി പിറന്ന ഒരാൾ ചിന്തിക്കാൻ പോലും അറയ്ക്കുന്ന പോലെ ആ പണം അത്രയും മോഷ്ടിച്ചു. ഒരു വീടിന്റെ തറ പോലും കിട്ടിയില്ല. അവസാനം വലിയ വിമർശനം ഉയർന്നു വന്നപ്പോ ഒരു 3 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടു. അതും ഇടതടവില്ലാതെ ആന പോകുന്ന ആനത്താര എന്നാണ് പറയുക. അതാണ് വാങ്ങിയിട്ടത്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് വീട് വെക്കാൻ പോകുന്നു എന്ന് തോന്നിപ്പിക്കാൻ സ്ഥലം വാങ്ങി. അവിടെ ഒരു തറക്കല്ല് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ടുവന്നിട്ടു. അത്രമാത്രം. 10 ദിവസം കൊണ്ട് പണി തുടങ്ങുമെന്ന് പറഞ്ഞവർ, കെട്ടിടം പണി തുടങ്ങണമെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാം, പഞ്ചായത്തിൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം, അതിന് പ്ലാൻ കൊടുക്കണം. ഒന്നും ചെയ്തിട്ടില്ല. അപേക്ഷ പോലും കൊടുത്തിട്ടില്ല. പ്ലാൻ വരച്ചിട്ടില്ല, അപേക്ഷ കൊടുത്തിട്ടില്ല, പണിയിലേക്ക് കടന്നിട്ടില്ല. നമ്മൾ ചോദിച്ചു, എത്ര തുക നിങ്ങൾ പിരിച്ചു? നമുക്ക് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന് ബോധ്യമായപ്പോഴാണ് നമ്മൾ ചോദിച്ചത്. നാടാകെ നമ്മുടെ ചോദ്യം ഏറ്റെടുത്തു. അപ്പൊ വി.ഡി. സതീശൻ പറഞ്ഞു, എന്റെയും KPCC പ്രസിഡന്റിന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ടിൽ ബാങ്കിൽ പണമുണ്ട്, സുരക്ഷിതമായി ഉണ്ട്. ശരി, എത്ര പിരിച്ചു? വീണ്ടും ചോദിച്ചു. ആളുകൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ ഇന്നലെ പറഞ്ഞു, വീടിന്റെ പണി കഴിഞ്ഞിട്ട് കണക്ക് പറയാം. അത് നല്ലൊരു മറുപടിയാണ്. കാരണം വീട് വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ വീട് വെച്ചാലല്ലേ കണക്ക് പറയേണ്ടതുള്ളൂ. അതാണ് കരുതിയത്. എന്നാൽ രാഷ്ട്രീയത്തിനതീതമായി നാടാകെ നിങ്ങൾ എത്ര പണം പിരിച്ചു എന്ന ചോദ്യം ഉയർത്തിയപ്പോ പിടിച്ചു നിൽക്കാനാവാതെ ഇന്ന് തട്ടിക്കൂട്ടി ഒരു കണക്ക് പുറത്തു വിട്ടിരിക്കുകയാണ്. എന്താ കണക്ക്? ഇപ്പൊ പറയുകയാണ്, ആകെ 5 കോടി ഉറുപ്പിയാണ് കിട്ടിയത്. ആ പൈസ മുഴുവൻ ചെലവായി പോയി എന്നാണ്. ചില വായിൽ പോയി എന്നാണ് ശരിക്കും പറയേണ്ടത്. അത് ഏത് വായിലാണെന്നാണ് അറിയാത്തത്. ചെലവായി പോയി. ഇനി കയ്യിൽ പൈസ ഇല്ല. പിന്നെ 10 ദിവസം കൊണ്ട് കെട്ടിടം പണിയെന്ന് പറഞ്ഞത് ഏത് പൈസ എടുത്താണ്? എന്റെയും KPCC പ്രസിഡന്റിന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ടിൽ പണമുണ്ട് എന്ന് പറഞ്ഞത് ഏത് പണമാണ്? ഇപ്പൊ പറയുന്നു പൈസ ഇല്ല. കൂടെ ഒരു ഭീഷണിയും. എന്ത്? കെട്ടിടം പണിയാൻ ഇനിയും പിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ദുരന്തങ്ങളെ പണമുണ്ടാക്കാനുള്ള അവസരമായി കണക്കാക്കി. കൂടപ്പിറപ്പുകൾ പിടഞ്ഞു മരിച്ചപ്പോ ആ മൃതശരീരങ്ങൾ വെച്ച് ഹൃദയാലുക്കളായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച പണം അത്രയും മോഷ്ടിച്ചു. കോടാനുകോടി. ഇപ്പൊ ഇതിന്റെ പുറകിൽ UDF സ്ഥാനാർത്ഥിയുടെ ചിരിച്ച ഒരു ലൈറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ചിരിയുടെ പിന്നിൽ വയനാട്ടിലെ അമ്മമാരുടെ കണ്ണുനീരുണ്ട്. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ കണ്ണുനീര്, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ കരയുന്ന മുഖം ഈ ചിരിക്കു പിന്നിലുണ്ട്. പ്രകൃതി ദുരന്തത്തിൽ ഒരു നിമിഷാർത്ഥത്തിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന നിസ്സഹായരായ മനുഷ്യരുടെ വിലാപങ്ങൾ ഈ പോസ്റ്ററിൽ, ഈ ബോർഡിൽ ഒക്കെയുണ്ട്. ആ കാശും കൊണ്ടാണ് പ്രചരണം. നാട്ടിൽ മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്. വയനാട്ടിലെ കട്ട കാശാണ്. ആ കാശ് കൊണ്ടാണ്. ഇങ്ങനെയുള്ള കള്ളന്മാരുണ്ട്. ലോകൈക കള്ളന്മാരുടെ ഒരു സംഘടനയായി കോൺഗ്രസ് മാറി. ഇവരുടെ കയ്യിലെങ്ങാനും കേരള ഭരണം കിട്ടിയാലുള്ള സ്ഥിതി എന്താ? ഭരണം ഉപയോഗിച്ച് കേരളത്തെ കൊള്ളയടിക്കും. പിന്നെ അതൊരു സർക്കാരായിരിക്കില്ല, അതൊരു കൊള്ള സംഘമായിരിക്കും. ദുരന്തങ്ങളെ വിറ്റു കാശ് വാങ്ങിയവർ. ഇപ്പൊ കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയൂ? 10 വർഷമായി ഭരണമില്ല. എവിടെ ഭരണമില്ല? കേരളത്തിലുമില്ല, കേന്ദ്രത്തിലുമില്ല. കോൺഗ്രസ് ഉണ്ടായതിനു ശേഷം ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരമില്ലാതെ 10 കൊല്ലം ആദ്യമായിട്ടാണ്. അതുകൊണ്ടോ അഴിമതി നടത്താൻ ഭരണമില്ല. ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ സംസ്ഥാനത്തും നിയമസഭാ സീറ്റ് വിൽക്കുകയാണ്. ഇപ്പോൾ അറിയോ കോൺഗ്രസ്? ഹരിയാനയിൽ വിറ്റു. 7 കോടി ഉറുപ്പിയാണ് ഒരു സീറ്റിന്റെ വില. കൈപ്പത്തി അടയാളത്തിൽ 7 കോടി ഉറുപ്പിക കൊടുത്താൽ മത്സരിക്കാം. എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങി. നോക്കിയപ്പോ സീറ്റിന്റെ എണ്ണത്തെക്കാൾ കൂടുതൽ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി. അപ്പൊ സീറ്റ് കൊടുക്കാൻ പറ്റുമോ? കുറെ പേർക്ക് സീറ്റ് കൊടുത്തില്ല. അവരിപ്പോ പരാതി കൊടുത്തിരിക്കുന്നു. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു സുചിത്ര ദേവിയുടെ ഭർത്താവ് ഗൗരവ് കുമാർ KC വേണുഗോപാൽ എന്ന കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്കെതിരെ, കൊടിക്കുന്നിൽ സുരേഷിനെതിരെ
സാക്ഷാൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ഡൽഹിയിൽ. ഇവരൊക്കെ കൈനീട്ടി കാശ് വാങ്ങിയിരിക്കുകയാണ്. മൊത്തം 7 കോടി റുപ്യ. ബീഹാറിൽ നിന്ന് വേറെ പരാതി വന്നു. ഇപ്പൊ സീറ്റ് വിൽപ്പനയാണ്. കയ്യിൽ കിട്ടുന്നത് എന്തോ വിൽക്കുക. ആ വിൽപ്പനയുടെ ഉയർന്ന ഘട്ടമാണ് വയനാട് ഫണ്ട് കൊള്ളയടിച്ചത്. മരിച്ചു വീണ മനുഷ്യരുടെ മൃതശരീരങ്ങളെ സാക്ഷി നിർത്തി കൊള്ള നടത്തണമെങ്കിൽ ഇവരാരും മനുഷ്യരല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യരൂപമുള്ള കുറച്ചാളുകളാണ്. വോട്ട് ചോദിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു കണ്ണ് വേണം. വയനാട്ടിൽ നിന്ന് കൊള്ളയടിക്കാൻ മടിക്കാത്തവർ നിങ്ങളെ വീട്ടിൽ നിന്ന് കൊള്ളയടിക്കില്ല എന്നെന്താ ഉറപ്പ്? എന്തെങ്കിലും സാധനം പുറത്തു വെച്ചിട്ടുണ്ടോ? വാതിൽ തുറന്നിട്ടിരിക്കുകയാണോ? ഇതൊക്കെ ഒരു കണ്ണ് ഉണ്ടായാൽ നല്ലത്. അത്രേ എനിക്ക് പറയാനും. ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെല്ലാം ഈ യോഗത്തിൽ സന്നിഹിതരാണ്. തുടർന്നവരെല്ലാം സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് സമയമെടുത്ത് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി തെരഞ്ഞെടുപ്പിന് 4 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്തെത്തി നിൽക്കുകയാണെന്ന്. ഏതൊരു തെരഞ്ഞെടുപ്പിലും നല്ല പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയം നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവുമാണ്. ബാക്കിയെല്ലാം അത് കഴിഞ്ഞ് മാത്രമേ വരൂ. നമ്മുടെ നാട്ടിലുണ്ടാവേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമേകുന്ന ക്ഷേമ പദ്ധതികൾ എന്തൊക്കെയാണ്? ഇത് സംബന്ധിച്ചുള്ള ആരോഗ്യകരമായ സംവാദത്തിൻ്റെ വേദിയായി എല്ലാ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളും മാറേണ്ടതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ എതിരാളികൾ നാടിൻ്റെയും ജനങ്ങളുടെയും പുരോഗതി സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സംവാദത്തിൽ പങ്കെടുക്കാൻ തൽപരരല്ല. അവരെല്ലാം വിവാദങ്ങളിൽ, വിവാദ കോലാഹലങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ മുക്കിക്കൊല്ലാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന LDF സർക്കാരിനെതിരെ LDF ഗവൺമെന്റ് ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടിയിരുന്നു എന്ന നിലയിൽ ഒരു വിമർശനം ഉയർത്താൻ പോലും ഇവർ തയ്യാറാവുന്നില്ല. അങ്ങനെ വല്ല വിമർശനവും ഉയർത്തിയാൽ കഴിഞ്ഞ 10 വർഷം സർക്കാർ ചെയ്ത കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമോ എന്ന പേടിയാണ് അവർക്കുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ അർത്ഥരഹിതമായ ബഹളം സൃഷ്ടിച്ച് വെറും വിവാദ കോലാഹലങ്ങൾ ഉയർത്താനുള്ള നീക്കമാണ് നടന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിലെ വോട്ടർമാർക്കിടയിൽ ഇക്കൂട്ടർ പുതിയൊരു പ്രചരണം അഴിച്ചുവിടുകയാണ്. ഒറ്റ കേൾവിയിൽ നിഷ്കളങ്കമെന്ന് തോന്നുന്ന ആ പ്രചരണം 10 വർഷമായി LDF ആണല്ലോ നാട് ഭരിക്കുന്നത്, ഇനി ഞങ്ങൾക്കും ഒരു ചാൻസ് തരണം, ഒരു 5 കൊല്ലം ഞങ്ങൾ കൂടി ഒന്ന് ഭരിക്കട്ടെ, അത് കഴിഞ്ഞ് വീണ്ടും വേണമെങ്കിൽ LDFന് ഭരിക്കാൻ. അപ്പോൾ 10 കൊല്ലത്തെ LDF ഭരണത്തിന് ശേഷം ഒരു 5 കൊല്ലം ഞങ്ങൾക്ക് കൂടി ഒരു അവസരം തരണം എന്ന നിലയിലാണ് ഇപ്പോഴത്തെ പ്രചരണം. ചില പുതിയ സിദ്ധാന്തങ്ങളും നമ്മുടെ നാട്ടിലെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. തുടർച്ചയായി ഭരിക്കുന്നതല്ല നല്ലത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറണം, മാറി മാറി ഭരിക്കണം, അതാണ് ആ സിദ്ധാന്തം. സത്യത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നമ്മുടെ നാട്ടിൽ വരാവുന്ന അപകടം എത്ര വലുതാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ പ്രചരണം മുളയിലേ നുള്ളിക്കളയേണ്ടതാണ് എന്ന് മലയാളിക്ക് തിരിച്ചറിയാനാവുക. കേരളത്തിൽ 10 വർഷക്കാലം ഇടതുപക്ഷം അധികാരത്തിൽ ഇരുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റം എത്ര വലുതാണ്? നമ്മുടെ നാടിനുണ്ടായ നേട്ടം ചെറുതാണോ? അത് മനസ്സിലാവണമെങ്കിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയുമായി കേരളത്തിലെ കാര്യങ്ങൾ താരതമ്യപ്പെടുത്തണം. ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും 1-2 ഉദാഹരണങ്ങൾ പറയാമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് 1 ലക്ഷത്തോളം സർക്കാർ വിദ്യാലയങ്ങളാണ് അടച്ചു പൂട്ടിയത് എന്നേക്കുമായി. തൊട്ടടുത്ത സംസ്ഥാനം കർണാടക കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 3500ഓളം സർക്കാർ സ്കൂളുകൾ പൂട്ടി. 2016 അധികാരത്തിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ മുൻപാകെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നടത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന റിപ്പോർട്ടിൽ
ആദ്യ നിർദ്ദേശമായി ഉൾപ്പെടുത്തിയത് കേരളത്തിലെ 40% സർക്കാർ സ്കൂളുകൾ പൂട്ടണം എന്നാണ്. എന്തിനാണ് ഇതെല്ലാം ഇങ്ങനെ പൂട്ടുന്നത്? ലാഭകരമല്ലാത്ത സ്കൂളുകൾ പൂട്ടണം എന്നാണ് കാഴ്ചപ്പാട്. അതാണ് നയം. ആരുടെ നയം? കോൺഗ്രസിന്റെയും BJP-യുടെയും നയം. കോൺഗ്രസും BJP-യും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇതനുസരിച്ച് പൂട്ടുകയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ 100,000-ഓളം സ്കൂള് ഇന്ത്യയിൽ പൂട്ടിയത്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരൊറ്റ പള്ളിക്കൂടം പൂട്ടിയില്ല. അതെന്തുകൊണ്ടാണ് പൂട്ടാത്തത്? അതാണ് ഇടതുപക്ഷ നയം. വിദ്യാഭ്യാസത്തെ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ പാടില്ല. ഒരു ക്ലാസ്സിൽ 10 കുട്ടിയെ ഉള്ളുവെങ്കിലും ആ 10 കുട്ടിയെ പഠിപ്പിക്കണം. ആ 10 കുട്ടി നാളെ ആരാകുമെന്ന് ആർക്കറിയാം? ഒരുപക്ഷെ നമ്മുടെ നാടിനെ നയിക്കുന്ന, ഈ രാജ്യത്തിന്റെ നേതൃത്വം കൊടുക്കേണ്ട മഹാപദവികളിലേക്ക് നിയോഗിക്കപ്പെടില്ലെന്ന് ആര് കണ്ടു? പതിറ്റാണ്ടുകൾക്ക് മുൻപ് കോട്ടയത്ത് ഉഴവൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ ഓലമേഞ്ഞ ഒരു സർക്കാർ പള്ളിക്കൂടത്തിൽ വെറും തറയിലിരുന്ന് പഠിച്ച പിന്നാക്ക വിഭാഗത്തിൽ നിന്നും കടന്നു വന്ന ഒരു കൊച്ചു കുട്ടിയാണ് പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റായി മാറിയത്. അപ്പോൾ നാളെ ഈ കുഞ്ഞുണ്ണിക്കരയിൽ നിന്നൊരു ഇന്ത്യൻ പ്രസിഡന്റ് വരില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വലിയ വ്യക്തിത്വങ്ങൾ, നാടിന്റെ ഗതിയെ നിർണയിക്കുന്നവർ, പ്രതിഭാശാലികൾ നമ്മുടെ നാട്ടിലുണ്ടാവാം, പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് പഠിക്കാൻ സ്കൂളില്ലെങ്കിലോ, KR നാരായണൻ പഠിച്ച പള്ളിക്കൂടമെന്ന് അടച്ചു പൂട്ടിയിരുന്നെങ്കിലോ നമുക്കൊരു ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഇടതുപക്ഷം പറയുന്നത് വിദ്യാഭ്യാസത്തെ കച്ചവടമായി കാണരുത്, ഒരൊറ്റ കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ പഠിപ്പിക്കണം. അതാണ് ഞാൻ ഇതിവിടെ പറയാൻ കാരണം. 10 വർഷമായി LDF ഭരിക്കുന്നു, ഇനി ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പറയുന്നവരുടെ ഇംഗിതമനുസരിച്ച് ഒരു മാറ്റമുണ്ടായാലോ അന്ന് പൂട്ടാൻ ആരംഭിക്കും കേരളത്തിലെ സ്കൂളുകൾ. ഇപ്പൊ കേരളത്തിൽ UDF-ന്റെ ഗവൺമെന്റ് ആണെങ്കിൽ പകുതി പള്ളിക്കൂടം പൂട്ടിയിട്ടുണ്ടാവും. ഒരു സ്കൂള് പൂട്ടിയാൽ അവിടെ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? അവരുടെ രക്ഷിതാക്കൾ എന്ത് ചെയ്യും? എത്ര കിലോമീറ്റർ അകലെയായിരിക്കും മറ്റൊരു സ്കൂൾ? ചില കുട്ടികൾ അവിടെ വെച്ച് പഠനം അവസാനിപ്പിക്കും. അത് നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ എത്രമാത്രം ബാധിക്കും? ഇതാണ് 2 നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഈ ഒറ്റ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സർക്കാർ ജോലി ലഭിക്കുക എന്നതാണ്. ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് ഇന്ന് PSC മുഖാന്തരം 100 ചെറുപ്പക്കാർക്ക് സർക്കാർ ജോലി കിട്ടുമ്പോൾ അതിൽ 60-ൽ പരം ഇവിടെയാണ്, കേരളത്തിലാണ് കിട്ടുന്നത്. ബാക്കി ഇന്ത്യയിലെ 10-28 സംസ്ഥാനങ്ങളിലും കൂടി 40% താഴെയുള്ളൂ. വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊരു അവിശ്വസനീയമായ കാര്യമാണ്. ഇന്ത്യ എന്ന വലിയൊരു രാജ്യം 146 കോടി ജനങ്ങളുണ്ടെന്നാണ് കണക്ക്. ജനസംഖ്യ പരിശോധിച്ചാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 3% തികയില്ല കേരളത്തിൽ. ഇന്ത്യയുടെ ഭൂപടത്തിൽ തെക്ക് പടിഞ്ഞാറായി ഒരു ചെറിയ വര വരച്ച പോലെയാണ് കേരളം. 3% പോലുമില്ല നമ്മൾ. അപ്പോൾ ജനസംഖ്യാനുപാതികമായി ചിന്തിച്ചാൽ ഇന്ത്യയിൽ 100 ചെറുപ്പക്കാർക്ക് സർക്കാർ ജോലി കിട്ടുമ്പോൾ കേരളത്തിൽ കിട്ടേണ്ടത് ഒരു 2 പേർക്കാണ്. അത്രേ ഉള്ളൂ നമ്മൾ. പക്ഷെ കിട്ടുന്നതോ 60 ആൾക്ക്, 62 ആൾക്കാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? അതിൻ്റെ കാരണം കേരളമൊഴികെ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ PSC നിയമനങ്ങൾ നടക്കുന്നില്ല. PSC നിയമനങ്ങൾ മരവിപ്പിച്ചു, അവസാനിപ്പിച്ചു. കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത്. കോൺഗ്രസോ BJP-യോ ഭരിക്കുന്നിടത്തതില്ല. അതെന്തുകൊണ്ടില്ലാതായി? ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി നിയമനങ്ങൾ നിർത്തി. പോലീസിലും ഫയർഫോഴ്സിലും ഒക്കെ കുറച്ച് ആളുകൾ എടുക്കും, അത്രയേ ഉള്ളൂ. മറ്റു വകുപ്പുകളിലോ കരാർ നിയമനമാണ്. കരാർ നിയമനം എന്ന് പറഞ്ഞാൽ എന്താ? ദിവസക്കൂലിക്ക്, തുച്ഛമായ ദിവസക്കൂലിക്ക്, തൊഴിലുറപ്പ് പദ്ധതിയിലേതുപോലെ ദിവസക്കൂലിക്ക് അളവിക്കും. തൊഴിൽ സുരക്ഷിതത്വമില്ല, പെൻഷനില്ല, നാളെ ജോലിയില്ല എന്ന് പറഞ്ഞാൽ ജോലിയില്ല. അതാണ്. അപ്പൊ 10 കൊല്ലമായില്ലേ കേരളത്തിൽ LDF ഭരിക്കുന്നു. ഇനി ഒന്ന് മാറട്ടെ, ഒരു 5 കൊല്ലം ഒരു മാറ്റമുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അന്ന് നിൽക്കും കേരളത്തിലെ PSC നിയമനങ്ങൾ. അന്നു മുതൽ കേരളത്തിൽ കരാർ നിയമനങ്ങളായി മാറും.
തുച്ഛവേതനത്തിന്റെ ദിവസക്കൂലി നിയമനങ്ങൾ അങ്ങനെ മാറണോ എന്നതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, ഞാൻ എല്ലാം വിശദീകരിക്കുന്നൊന്നുമില്ല. ഇപ്പൊ പവർ കട്ടില്ല കേരളത്തിൽ. എന്ന് UDF വരുന്നോ അന്ന് പവർ കട്ട് ആരംഭിക്കും. ഇപ്പോ കഴിഞ്ഞ ദിവസം തെലങ്കാന മുഖ്യമന്ത്രി കേരളത്തിൽ വന്നു, രേവന്ത് റെഡ്ഡി. അദ്ദേഹം ഇവിടെ വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറച്ച് ആക്ഷേപിച്ചിട്ട് മടങ്ങിപ്പോയി. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനം തെലങ്കാനയിൽ ഇന്നിപ്പോ 4 തീയതി, ഏപ്രിൽ 4 ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസത്തെ ശമ്പളം തന്നെ മുടങ്ങി. പെൻഷനോ 25 മാസമായി പെൻഷൻ കൊടുത്തിട്ടില്ല. 2 കൊല്ലവും 1 മാസവും. സ്വന്തം സംസ്ഥാനത്ത് പെൻഷനും ശമ്പളവും കൊടുക്കാനാവാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ വന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. എന്ന് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നോ അന്നിവിടെ പെൻഷൻ നിൽക്കും, ശമ്പളം മുടങ്ങും, പവർ കട്ട് വരും, സ്കൂള് പൂട്ടും, നിയമന നിരോധന ഉത്തരവ് വരും, ഈ നാട് തകരാൻ ആരംഭിക്കും. അത് വേണോ എന്നതാണ് ചോദ്യം. അത് വേണോ? അങ്ങനെ ഉണ്ടാവാൻ പാടുണ്ടോ? ഇതിനോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്താണ് LDF ഗവൺമെന്റിന്റെ? ആ ചോദ്യത്തിന് നേരിട്ടൊരു ഉത്തരമില്ല. ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്കും ആ ചോദ്യത്തിന് പല ഉത്തരങ്ങൾ പറയാനുണ്ടാവും. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഈ ഗവൺമെന്റ് വന്നതുകൊണ്ട് ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ അഭിപ്രായത്തിൽ സ്കൂൾ പൂട്ടാത്തതാവാം, പാഠപുസ്തകം കൃത്യസമയത്ത് കിട്ടുന്നതാവാം. പണ്ട് പരീക്ഷാക്കാലത്ത് പോലും പുസ്തകം കിട്ടാതെ കുട്ടികൾ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്നൊരു കാലം നമ്മുടെ ഓർമ്മയിലുണ്ട്. സ്കൂളുകൾ ഹൈടെക്കായി മാറി, ക്ലാസ് മുറികൾ സ്മാർട്ടായി. കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം വരെ സൗജന്യമായി കൊടുക്കുന്നു, അത് തുന്നാനുള്ള കാശും കൊടുക്കുന്നു. ഇതെല്ലാം ഒരുപക്ഷെ വലിയ നേട്ടമായി വിലയിരുത്തപ്പെട്ടേക്കാം എന്നതാണ് വസ്തുത. ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവർക്ക് PSC വഴി നിയമനങ്ങൾ കിട്ടുന്നതാവാം. 10 വർഷത്തിനുള്ളിൽ 3 ലക്ഷം പേർക്ക് കേരളത്തിൽ നിയമനങ്ങൾ കിട്ടി, സർക്കാർ ഉദ്യോഗസ്ഥരായി മാറി. 10 വർഷത്തിനിടയിൽ 3 ലക്ഷം യുവതിയുവാക്കൾ കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരായി മാറി. അതാവാം. അവർക്കിപ്പോൾ പ്രതിമാസ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നു. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് ഒരു ജോലി കിട്ടുന്നത് വരെ സർക്കാർ പ്രതിമാസം 1000 രൂപ സ്റ്റൈപ്പൻഡ്. ഇന്ത്യയിൽ മറ്റെവിടെയുമില്ല. വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ ഏർപ്പെടുത്തി. 2000 രൂപ വീതം 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ ഇന്ത്യയിൽ മറ്റെവിടെയുമില്ല. ഇതൊക്കെ നേട്ടങ്ങളായി പറഞ്ഞേക്കാം. എന്നാൽ ഇതിനേക്കാളെല്ലാം മുൻപ് നമ്മൾ ഓർക്കേണ്ട ഒരു നേട്ടമുണ്ട്. അത് മറ്റൊന്നുമല്ല, സമാധാനമായി ഇവിടെ ജീവിക്കാം. ചെറിയ കാര്യമാണ്. സമാധാനമായി ഇവിടെ ജീവിക്കാം ഇന്ത്യയിൽ മറ്റെവിടെയും പറ്റില്ല. ഓരോ സംസ്ഥാനത്തു നിന്നും പുറത്തു വരുന്ന വാർത്തകൾ എത്രമാത്രം വേദനാജനകമായ വാർത്തകളാണ്. എത്ര നിരപരാധികളായ മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്. മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ നിരപരാധികളായ മനുഷ്യരെ ക്രൂരമായി കൊന്നു തള്ളുന്ന വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുന്നു. മനുഷ്യർക്കിടയിൽ വർഗീയതയുടെ വിഷവിത്ത് വിതച്ച് സ്പർദ്ധയുണ്ടാക്കി സ്വാർത്ഥ താല്പര്യക്കാർ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നിരപരാധികളെ കൊന്നൊടുക്കുന്നു. ഇപ്പൊ മണിപ്പൂരിൽ എത്ര ആയിരം പേർ കൊല്ലപ്പെട്ടു. മണിപ്പൂർ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ്. ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെയും വിദ്വേഷത്തിന്റെയും ശക്തികൾ. ഇദ്രിസ് പാഷ കൊല്ലപ്പെട്ടത് കർണാടകയിലാണ്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഒരു സഹോദരൻ മലയാളി അഷറഫ് അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്ത് വെച്ചാണ് ക്രൂരമായി അടിച്ചു കൊന്നുകളഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന മംഗലാപുരത്ത് അതിർത്തി വരെ എത്തി നിൽക്കുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒരൊറ്റ വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒരൊറ്റ വർഗീയ കലാപമില്ല. വർഗീയ കലാപങ്ങളിൽ ഒരാൾ പോലും കൊല്ലപ്പെട്ടില്ല. ഒരു തുള്ളി രക്തം പോലും പൊടിഞ്ഞില്ല. കേരളം സംസ്ഥാനമായി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായാണ് വർഗീയ കലാപങ്ങളില്ലാത്ത 10 കൊല്ലം. 10 കൊല്ലത്തിനിടയിൽ ഒരൊറ്റ വർഗീയ കലാപം പോലും ഇല്ലാത്ത അനുഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തേതാണ്. ഇതിനു മുമ്പുണ്ടായിട്ടില്ല.
അതെന്താണ്? ഈ വർഗീയവാദികളെല്ലാം ഈ കഴിഞ്ഞ 10 കൊല്ലം ഇന്ത്യ വിട്ടുപോയോ? കേരളത്തിലൊന്നും ആരുമില്ലാതെ ഇല്ല. കൊടിയ വർഗീയ വിഷം പേറുന്ന ജീവികൾ ഇവിടെ ഉണ്ട് കേരളത്തിൽ. പക്ഷെ 10 കൊല്ലമായി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. ഉത്തരേന്ത്യയിലേതുപോലെ നമ്മുടെ അതിർത്തിയോളം എത്തിയതുപോലെ ഈ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ, വർഗീയമായി മനുഷ്യരെ ചേരിതിരിക്കാൻ, കലാപത്തിന് കോപ്പുകൂട്ടിയാൽ ഏത് കൊലക്കൊമ്പനാണെങ്കിലും കയ്യിൽ വിലങ്ങണിയിച്ച് തുറങ്കിലടയ്ക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാർ ഈ കേരളത്തിലുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടെ വർഗീയ കലാപം ഇല്ലാതിരിക്കുന്നത്. UDF ഭരിക്കുമ്പോഴോ എന്തായിരുന്നു സ്ഥിതി? കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കൾ, ബഹുമാന്യരായ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും K കരുണാകരനും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ എന്തായിരുന്നു സ്ഥിതി? കുറച്ച് വർഷങ്ങൾക്ക് പുറകിലേക്കൊന്ന് നോക്കൂ. എത്ര വർഗീയ കലാപങ്ങൾ, എത്ര നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ടു. തെരുവിൽ ഈയാമ്പാറ്റകളെ പോലെ മനുഷ്യർ മരിച്ചു വീണ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ വിഴിഞ്ഞം എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ എന്താ വരിക? ഒരു വലിയ തുറമുഖമാണ്, ലോകോത്തരമായ തുറമുഖം വിഴിഞ്ഞം പോർട്ട്. പണ്ട് വിഴിഞ്ഞം എന്ന് കേട്ടാലോ, വിഴിഞ്ഞം, പൂന്തുറ, തൈക്കൽ, മാറാട്, എത്ര വർഗീയ കലാപങ്ങൾ, എത്ര മനുഷ്യരുടെ ജീവൻ ഹോമിച്ചു. മനുഷ്യന്റെ ചോരയും കണ്ണീരും തെരുവിലൊഴുകിയ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അന്നൊരിക്കലാണ് പാലക്കാട് നഗരത്തിൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പെൺകുട്ടി, 10ാം ക്ലാസ്സിൽ 10 വയസ്സ് മാത്രമുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, കേരള പോലീസ് വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഓർക്കുന്നില്ലേ ആ കാലം? ഇപ്പൊ വലിയ വർത്താനം പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെ ആളുകൾ. സ്വന്തം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 10 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ കേരള പോലീസ് വെടിവെച്ച് കൊന്നത് പാലക്കാടാണ്. ആ കുഞ്ഞിന്റെ പേര് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്, സിറാജുന്നീസ. ഓർമ്മയില്ലേ ആ പേര്? എങ്ങനെ കൊല്ലപ്പെട്ടു? വെടിവെച്ച് കൊന്നു പോലീസ്. എന്തിന്? വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവുമ്പോ കേരളത്തിൽ പലയിടങ്ങളിലും പോലീസ് വെടിവെപ്പുണ്ടായി. വെടിവെപ്പിൽ ആരാണ് കൊല്ലപ്പെടുക? ആർക്ക് പറയാൻ പറ്റും? നിരപരാധിയാണോ, വൃദ്ധനാണോ, കുട്ടിയാണോ, സ്ത്രീയാണോ? ഒന്നും പറയാനാവില്ല. പാലക്കാട്ടെ വെടിവെപ്പിനെ കുറിച്ച് പല ദുരൂഹതകളും വിവാദങ്ങളും ഉണ്ടായി. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. അത്തരം ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു നാടാണ് നമ്മുടെ നാട്. എത്ര കടകമ്പോളങ്ങളും വീടുകളും അഗ്നിക്കിരയായി, എത്ര അഭയാർത്ഥി ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നു. അവിടെ ഏത് നിമിഷത്തിലാണ് തങ്ങളും കൊല്ലപ്പെടുക എന്നറിയാതെ ഉറങ്ങാനാവാതെ രാത്രികൾ തള്ളി നീക്കിയ മനുഷ്യർ, അതായിരുന്നു ഈ കേരളം. ഓരോ സംഭവങ്ങളും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. നമ്മുടെ നാട് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണത്. അത് പിന്നീട് വിശദീകരിച്ച് പറഞ്ഞ് നമ്മുടെ എല്ലാ മനസ്സ് വീണ്ടും അസ്വസ്ഥമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. മനുഷ്യർ തെരുവിൽ കൊല്ലപ്പെടുന്ന ഒരു കാലം, 10 വയസ്സുള്ള കുഞ്ഞിനെ പോലും വെടിവെച്ച് കൊന്നൊരു കാലം, കണ്ണുനീരും ചോരയും കൂടിക്കലർന്ന 1000 വേദനയുടെ കഥകൾ പറയാനുള്ള ഒരു കാലം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് മറന്നു പോകരുത്, അത്രയേ ഉള്ളൂ. ആ കാലം കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴെല്ലാം വരുന്നത് എങ്ങനെയാണ്? ഈ വർഗീയവാദികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് ഗവൺമെന്റുകൾ എന്തെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അന്നൊരിക്കലാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു വർഗീയവാദി പ്രവീൺ തൊഗാഡിയ കോഴിക്കോട് വന്നു. വർഗീയ വിഷം തുപ്പുന്ന ഒരു പ്രസംഗം നടത്തി. സ്വാഭാവികമായും പോലീസ് ഒരു കേസെടുത്തു. RSSന്റെ ഓഫീസിൽ നിന്നും ഉടൻ ആജ്ഞ പുറപ്പെട്ടു, ഇപ്പൊ പിൻവലിച്ചോളണം കേസ്. നിസ്സഹായമായി കോൺഗ്രസ് സർക്കാർ ആ കേസ് പിൻവലിച്ചു കൊടുത്തു. തിരുവനന്തപുരം MG കോളേജ് എന്നൊരു കോളേജുണ്ട്. അവിടുത്തെ കുട്ടികളെ RSSന്റെ ഒരു ക്രിമിനൽ സംഘം ആക്രമിച്ചപ്പോ അത് തടയാൻ ശ്രമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ RSS ക്രിമിനലുകൾ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. ആ ബോംബ് പൊട്ടി പോലീസ് ഓഫീസറുടെ ഒരു കാല് ചെതറി തെറിച്ചു. സ്വാഭാവികമായിട്ടും വധശ്രമത്തിനൊരു കേസെടുത്തു. ഉടനെ RSSന്റെ ആസ്ഥാനത്ത് നിന്നും അന്ത്യശാസനം പുറപ്പെട്ടു. ഇപ്പോൾ പിൻവലിച്ചോളണം കേസ്, ഈ മണിക്കൂറിൽ, നാളേക്ക് വെക്കാൻ പറ്റില്ല.
മുട്ടുവിറച്ച് മൂത്രമൊഴിച്ചു കേസ് പിൻവലിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ, കുഞ്ഞാലിക്കുട്ടിയുള്ള സർക്കാർ, ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസ് പ്രതികളുടെ ഭീഷണിയെ തുടർന്ന് പിൻവലിച്ചു കൊടുത്ത സംഭവം അതിന് മുൻപോ ശേഷമോ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടില്ല. ആദ്യത്തെ അനുഭവമാണ്. അതുമാത്രമല്ല, എല്ലാ വർഗീയവാദികളും ഒരുമിച്ചാണ്. വർഗീയവാദികൾ നയിച്ച ഒരു സർക്കാരായിരുന്നു ആ സർക്കാർ. ഇപ്പോഴും അതേ നിലയിലേക്കാണ് പോകുന്നത്. LDF-നെ പരാജയപ്പെടുത്താൻ ഇരു വർഗീയതയുമായി കൂട്ടുകൂടുകയാണ്. കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ തോളിലും മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിലുമാണ്. ഇവരുടെ എല്ലാം പിന്തുണയോടെ വീണ്ടും അധികാരത്തിൽ വന്നാലോ നമ്മുടെ നാടിന്റെ സമാധാനം പഴങ്കഥയായി മാറും. വർഗീയവാദികൾ മാളത്തിൽ നിന്നും പുറത്തിറങ്ങും. ഈ മണ്ണിൽ ഇനിയും ചോര വീഴും. നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ കുരുതി കൊടുക്കേണ്ടി വരുന്ന വർഗീയ കലാപങ്ങളിലേക്ക് നമ്മുടെ നാട് ഇനിയും പോകണോ എന്നാണ് ചോദ്യം. വർഗീയവാദികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനും ആരെങ്കിലും കലാപത്തിന് കോപ്പുകൂട്ടിയാൽ അവരെ പിടിച്ചകത്തിടാനും ആർജവം ഇടതുപക്ഷത്തിന് മാത്രമേ ഉള്ളൂ എന്ന് ഈ കാലം നമ്മെ തെളിയിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമായി മാറേണ്ടത് കേരളത്തിന്റെ സമാധാനമാണ്. സമാധാനം തകർന്നാൽ മറ്റെന്ത് കിട്ടിയിട്ട് എന്താണ് കാര്യം? 10 കൊല്ലമായി നിൽക്കുന്ന ഈ സമാധാനം തുടരണം. ഏത് മതക്കാരനായാലും അവനവന്റെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം, സാഹോദര്യത്തോടെ. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ സ്ഥിതി എന്താ? എല്ലാ മതത്തിലും പെട്ടവർ, എല്ലാ ജാതിയിലും പെട്ടവർ പരസ്പരം സ്നേഹത്തോടെ പുലരുന്നു. ഒരു പ്രശ്നവും എവിടെയില്ല. എന്നാൽ വർഗീയ ചേരിതിരിവ് വന്നാലോ, കലാപങ്ങളോ അക്രമങ്ങളോ ഉണ്ടായാലോ മനുഷ്യർക്കിടയിൽ അകൽച്ച വർദ്ധിക്കും, പരസ്പരം സംശയിക്കും. ഇന്നലെ വരെ സുഹൃത്തായിരുന്നവൻ ഇന്നെന്നെ കൊല്ലുമോ എന്ന പേടി ഉള്ളിൽ വന്നാൽ പിന്നെ എങ്ങനെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയും? കടകമ്പോളങ്ങൾ അഗ്നിക്കിരയായാൽ ഒരു നാടെങ്ങനെ മുന്നോട്ട് പോകും? ഈ അപകടങ്ങൾ ഒരിക്കലും ഇനി കേരളത്തിൽ വന്നുകൂടാ എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അതിന്റെ ഗ്യാരണ്ടിയാണ് ഇടതുപക്ഷം. അതുകൊണ്ട് UDF ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേരളത്തിൽ അധികാരത്തിലേക്ക് വന്നാൽ സ്കൂള് പൂട്ടലും ശമ്പളം മുടങ്ങലും പെൻഷൻ മുടങ്ങലും നിയമനം നിരോധിക്കലും പവർക്കെട്ട് വരലും മാത്രമല്ല, സമാധാനവും തകരും, വർഗീയവാദികൾ അഴിഞ്ഞാലും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, ഈ നാടിന്റെ മുന്നിൽ എത്ര പരിഹാസ്യരായിട്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ഈ നാടാകെ വെറുക്കുന്ന ഒരു വിഭാഗമായി കോൺഗ്രസ് നിൽക്കുകയല്ലേ. വയനാട് ഒരു മഹാദുരന്തമുണ്ടായിട്ട് നമ്മുടെ എല്ലാം ഓർമ്മകളിൽ അതുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല ഇന്നുവരെ. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഒരു നാട് ഇല്ലാതെയായി. ഉരുള് പൊട്ടിത്തകർന്ന ഒരു നാട് തുടച്ചു നീക്കപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ദുരന്തമുണ്ടായതിൻ്റെ അടുത്ത ദിവസം പുറത്തിറങ്ങിയ മലയാളത്തിലെ പത്രം എന്ന് പറഞ്ഞാൽ എല്ലാ പത്രവും, ഇന്ന പത്രം എന്നില്ല, മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, മാധ്യമം, കൗമുദി, ചന്ദ്രിക, എല്ലാ പത്രവും ഒന്നാം പേജിലെ വാർത്തയുടെ തലക്കെട്ട് ഒരേ തലക്കെട്ടായിരുന്നു. കേരളത്തിലെ പത്രപ്രവർത്തനത്തിന്റെ ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു ദിവസം. ഉള്ളു പൊട്ടി എന്നായിരുന്നു തലക്കെട്ട്. ആരെങ്കിലും അന്നത്തെ പത്രം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മിക്കുന്നുണ്ടാവും. ഉള്ളു പൊട്ടി. എന്താണ് അങ്ങനെ എഴുതാൻ കാരണം? ഈ പത്രക്കാരെല്ലാം പരസ്പരം കൂടിയാലോചിച്ച് എഴുതിയതല്ല. ഒരാളിട്ട തലക്കെട്ട് മറ്റേയാൾക്കറിയില്ല. രാവിലെ പത്രം ഇറങ്ങിയപ്പോഴാണ് എല്ലാ പത്രത്തിനും ഒരേ തലക്കെട്ട്. എന്താ കാരണം? അത്രമാത്രം പിടിച്ചുലച്ച ഒരു വൻ ദുരന്തം. ആ ദുരന്തത്തെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ഓരോ പത്രത്തിലെയും പത്രപ്രവർത്തകർ ആലോചിച്ചപ്പോ യാദൃച്ഛികമെന്നോണം എല്ലാവരും എത്തിയത് ഒരേ വാക്കിലാണ്: ഉള്ളുപൊട്ടി. ഏതു മനുഷ്യന്റെയും ഉള്ളുപൊട്ടുന്ന വേദനയാണ് ആ ദുരന്തം. മൃതശരീരങ്ങൾ പോലും കിട്ടാത്ത നൂറുകണക്കിന് ആളുകളുടെ മൃതശരീരം ഇനിയും കിട്ടിയിട്ടില്ല. ചതഞ്ഞരഞ്ഞ മൃതശരീരങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകി നടന്നു. ശരീരഭാഗങ്ങൾ, മനുഷ്യന്റെ കൈ, കാല്, ശിരസറ്റ ശരീരം, ഇതൊക്കെയാണ് ഒഴുകി നടന്നത്. ചില ശരീരഭാഗങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഒരു കൈ, വേറെ ഒന്നും കിട്ടിയില്ല. അതിൻ്റെയൊക്കെ DNA സാമ്പിൾ എടുത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും കാലത്ത് എവിടെ നിന്നെങ്കിലും ഒരു മനുഷ്യന്റെ അസ്ഥിപഞ്ജരം കിട്ടിയാൽ അത് DNA പരിശോധനയ്ക്ക് വിധേയമാക്കി ഈ കിട്ടിയ ശരീരഭാഗങ്ങളിൽ ഏതെങ്കിലുമായി യോജിക്കുന്നുവെങ്കിൽ ആ ഖബറിടത്തിൽ തന്നെ അടക്കാൻ വേണ്ടി
നമുക്ക് പരിചയമില്ലാത്ത, ഇന്നോളം കേട്ടുകേൾവിയില്ലാത്ത ഒരു ദുരന്തം, ഏത് ശിലാഹൃദയനെയും കരയിപ്പിക്കുന്ന ദുരന്തം, ഒരു നാടാകെ കരഞ്ഞുപോയ ഒരു സന്ദർഭം. എല്ലാ മലയാളിയും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഓടിക്കൂടി ആ നാട്ടിൽ അവശേഷിക്കുന്നവരെ സഹായിക്കാൻ, തകർന്നുപോയ ആ നാടിനെ പുനർനിർമ്മിക്കാൻ കൈമൈ മറന്ന നാട് ഒത്തൊരുമിച്ചപ്പോ കോൺഗ്രസ് പിരിവിന് ആഹ്വാനം ചെയ്തു. നമ്മൾ കോൺഗ്രസിനെ സംബന്ധിച്ചെല്ലാം അറിയുന്നവരാണെങ്കിലും ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യുമെന്ന് കരുതിയില്ല. വയനാട്ടിലെ ദുരന്തബാധിതരായി അവശേഷിക്കുന്ന മനുഷ്യർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. 230 വീട് മൊത്തം നിർമ്മിച്ചു കൊടുക്കും. തകൃതിയായ പിരിവ് നടത്തി കോടാനുകോടി പിരിച്ചു. കോടാനുകോടി. മനുഷ്യനായി പിറന്ന ഒരാൾ ചിന്തിക്കാൻ പോലും അറയ്ക്കുന്ന പോലെ ആ പണം അത്രയും മോഷ്ടിച്ചു. ഒരു വീടിന്റെ തറ പോലും കിട്ടിയില്ല. അവസാനം വലിയ വിമർശനം ഉയർന്നു വന്നപ്പോ ഒരു 3 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടു. അതും ഇടതടവില്ലാതെ ആന പോകുന്ന ആനത്താര എന്നാണ് പറയുക, അതാണ് വാങ്ങിയിട്ട്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് വീട് വെക്കാൻ പോകുന്നു എന്ന് തോന്നിപ്പിക്കാൻ സ്ഥലം വാങ്ങി. അവിടെ ഒരു തറക്കല്ല് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ടുവന്നിട്ടു. അത്രമാത്രം. 10 ദിവസം കൊണ്ട് പണി തുടങ്ങുമെന്ന് പറഞ്ഞവർ, കെട്ടിടം പണി തുടങ്ങണമെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാം, പഞ്ചായത്തിൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം, അതിന് പ്ലാൻ കൊടുക്കണം. ഒന്നും ചെയ്തിട്ടില്ല. അപേക്ഷ പോലും കൊടുത്തിട്ടില്ല. പ്ലാൻ വരച്ചിട്ടില്ല, അപേക്ഷ കൊടുത്തിട്ടില്ല, പണിയിലേക്ക് കടന്നിട്ടില്ല. നമ്മൾ ചോദിച്ചു, എത്ര തുക നിങ്ങൾ പിരിച്ചു? നമുക്ക് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന് ബോധ്യമായപ്പോഴാണ് നമ്മൾ ചോദിച്ചത്. നാടാകെ നമ്മുടെ ചോദ്യം ഏറ്റെടുത്തു. അപ്പൊ വി.ഡി. സതീശൻ പറഞ്ഞു, എന്റെയും KPCC പ്രസിഡന്റിന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ടിൽ ബാങ്കിൽ പണമുണ്ട്, സുരക്ഷിതമായി ഉണ്ട്. ശരി, എത്ര പിരിച്ചു? വീണ്ടും ചോദിച്ചു. ആളുകൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ ഇന്നലെ പറഞ്ഞു, വീടിന്റെ പണി കഴിഞ്ഞിട്ട് കണക്ക് പറയാം. അത് നല്ലൊരു മറുപടിയാണ്. കാരണം വീട് വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ വീട് വെച്ചാലല്ലേ കണക്ക് പറയേണ്ടതുള്ളൂ. അതാണ് കരുതിയത്. എന്നാൽ രാഷ്ട്രീയത്തിനതീതമായി നാടാകെ നിങ്ങൾ എത്ര പണം പിരിച്ചു എന്ന ചോദ്യം ഉയർത്തിയപ്പോ പിടിച്ചു നിൽക്കാനാവാതെ ഇന്ന് തട്ടിക്കൂട്ടി ഒരു കണക്ക് പുറത്തു വിട്ടിരിക്കുകയാണ്. എന്താ കണക്ക്? ഇപ്പൊ പറയുകയാണ്, ആകെ 5 കോടി ഉറുപ്പിയാണ് കിട്ടിയത്. ആ പൈസ മുഴുവൻ ചെലവായി പോയി എന്നാണ്. ചില വായിൽ പോയി എന്നാണ് ശരിക്കും പറയേണ്ടത്. അത് ഏത് വായിലാണെന്നാണ് അറിയാത്തത്. ചെലവായി പോയി. ഇനി കയ്യിൽ പൈസ ഇല്ല. പിന്നെ 10 ദിവസം കൊണ്ട് കെട്ടിടം പണിയെന്ന് പറഞ്ഞത് ഏത് പൈസ എടുത്താണ്? എന്റെയും KPCC പ്രസിഡന്റിന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ടിൽ പണമുണ്ട് എന്ന് പറഞ്ഞത് ഏത് പണമാണ്? ഇപ്പൊ പറയുന്നു പൈസ ഇല്ല. കൂടെ ഒരു ഭീഷണിയും, എന്ത്? കെട്ടിടം പണിയാൻ ഇനിയും പിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ദുരന്തങ്ങളെ പണമുണ്ടാക്കാനുള്ള അവസരമായി കണക്കാക്കി. കൂടപ്പിറപ്പുകൾ പിടഞ്ഞു മരിച്ചപ്പോ ആ മൃതശരീരങ്ങൾ വെച്ച് ഹൃദയാലുക്കളായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച പണം അത്രയും മോഷ്ടിച്ചു. കോടാനുകോടി. ഇപ്പൊ ഇതിന്റെ പുറകിൽ UDF സ്ഥാനാർത്ഥിയുടെ ചിരിച്ച ഒരു ലൈറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ചിരിയുടെ പിന്നിൽ വയനാട്ടിലെ അമ്മമാരുടെ കണ്ണുനീരുണ്ട്. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ കണ്ണുനീര്, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ കരയുന്ന മുഖം ഈ ചിരിക്കു പിന്നിലുണ്ട്. പ്രകൃതി ദുരന്തത്തിൽ ഒരു നിമിഷാർത്ഥത്തിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന നിസ്സഹായരായ മനുഷ്യരുടെ വിലാപങ്ങൾ ഈ പോസ്റ്ററിൽ, ഈ ബോർഡിൽ ഒക്കെയുണ്ട്. ആ കാശും കൊണ്ടാണ് പ്രചരണം. നാട്ടിൽ മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്. വയനാട്ടിലെ കട്ട കാശാണ്. ആ കാശ് കൊണ്ടാണ്. ഇങ്ങനെയുള്ള കള്ളന്മാരുണ്ട്. ലോകൈക കള്ളന്മാരുടെ ഒരു സംഘടനയായി കോൺഗ്രസ് മാറി. ഇവരുടെ കയ്യിലെങ്ങാനും കേരള ഭരണം കിട്ടിയാലുള്ള സ്ഥിതി എന്താ? ഭരണം ഉപയോഗിച്ച് കേരളത്തെ കൊള്ളയടിക്കും. പിന്നെ അതൊരു സർക്കാരായിരിക്കില്ല, അതൊരു കൊള്ള സംഘമായിരിക്കും. ദുരന്തങ്ങളെ വിറ്റു കാശ് വാങ്ങിയവർ. ഇപ്പൊ കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയൂ? 10 വർഷമായി ഭരണമില്ല. എവിടെ ഭരണമില്ല? കേരളത്തിലുമില്ല, കേന്ദ്രത്തിലുമില്ല. കോൺഗ്രസ് ഉണ്ടായതിനു ശേഷം ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരമില്ലാതെ 10 കൊല്ലം ആദ്യമായിട്ടാണ്. അതുകൊണ്ടോ അഴിമതി നടത്താൻ ഭരണമില്ല. ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ സംസ്ഥാനത്തും നിയമസഭാ സീറ്റ് വിൽക്കുകയാണ്. ഇപ്പോൾ അറിയോ? കോൺഗ്രസ് ഹരിയാനയിൽ വിറ്റു,
7 കോടി റുപ്യയാണ് ഒരു സീറ്റിന്റെ വില. കൈപ്പത്തി അടയാളത്തിൽ 7 കോടി റുപ്യ കൊടുത്താൽ മത്സരിക്കാം. എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങി. നോക്കിയപ്പോൾ സീറ്റിന്റെ എണ്ണത്തെക്കാൾ കൂടുതൽ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി. അപ്പൊ സീറ്റ് കൊടുക്കാൻ പറ്റുമോ? കുറെ പേർക്ക് സീറ്റ് കൊടുത്തില്ല. അവരിപ്പോ പരാതി കൊടുത്തിരിക്കുന്നു. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു സുചിത്ര ദേവിയുടെ ഭർത്താവ് ഗൗരവ് കുമാർ, KC വേണുഗോപാൽ എന്ന കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്കെതിരെ, കൊടിക്കുന്നിൽ സുരേഷിനെതിരെ, സാക്ഷാൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ഡൽഹിയിൽ. ഇവരൊക്കെ കൈനീട്ടി കാശ് വാങ്ങിയിരിക്കുകയാണ്. മൊത്തം 7 കോടി റുപ്യ. ബീഹാറിൽ നിന്ന് വേറെ പരാതി വന്നു. ഇപ്പൊ സീറ്റ് വിൽപ്പനയാണ്. കയ്യിൽ കിട്ടുന്നത് എന്തോ വിൽക്കുക. ആ വിൽപ്പനയുടെ ഉയർന്ന ഘട്ടമാണ് വയനാട് ഫണ്ട് കൊള്ളയടിച്ചത്. മരിച്ചു വീണ മനുഷ്യരുടെ മൃതശരീരങ്ങളെ സാക്ഷി നിർത്തി കൊള്ള നടത്തണമെങ്കിൽ ഇവരാരും മനുഷ്യരല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യരൂപമുള്ള കുറച്ച് ആളുകളാണ്. വോട്ട് ചോദിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു കണ്ണ് വേണം. വയനാട്ടിൽ നിന്ന് കൊള്ളയടിക്കാൻ മടിക്കാത്തവർ നിങ്ങളെ വീട്ടിൽ നിന്ന് കൊള്ളയടിക്കില്ല എന്നെന്താ ഉറപ്പ്? എന്തെങ്കിലും സാധനം പുറത്തു വെച്ചിട്ടുണ്ടോ? വാതിൽ തുറന്നിട്ടിരിക്കുകയാണോ? ഇതൊക്കെ ഒരു കണ്ണ് ഉണ്ടായാൽ നല്ലത്. അത്രേ എനിക്ക് പറയാനോ. ഇങ്ങനെ ഒരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഈ ലോകൈക കള്ളന്മാരെ ഭരണത്തിന്റെ 7 അയലത്തടുപ്പിക്കാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവർക്കും ഉണ്ടാവണം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതുകൂടിയാണ്. കേരളത്തിലെ ഈ വികസന മുന്നേറ്റങ്ങൾ തുടരാൻ, ഇടതുപക്ഷ ഭരണത്തിന്റെ നേട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടാൻ, ലൈഫിൽ ബാക്കിയുള്ളവർക്ക് കൂടി വീട് കിട്ടാൻ, ഇപ്പൊ 5 ലക്ഷം പേർക്ക് വീട് കൊടുത്തു, ഇനിയും വീട് കിട്ടാനുള്ള ആളുകളുണ്ട്. അവർക്ക് കൂടി വീട് കിട്ടാൻ, ഇനിയും നമ്മുടെ സ്കൂളുകളും ആശുപത്രികളും മെച്ചപ്പെടാൻ, വീട്ടമ്മമാരുടെ പെൻഷൻ വർദ്ധിക്കാൻ, ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കാൻ, കൂടുതൽ വിഭാഗത്തിന് പെൻഷനുകൾ ഏർപ്പെടുത്താൻ, നമ്മുടെ നാടിനെ ഇനിയും അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ ഇടതുപക്ഷം തന്നെ ജയിച്ചു വരണം. അതിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. കേരളത്തിൽ ഏത് മണ്ഡലവും മോഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയെ കിട്ടിയിരിക്കുന്നത് നമുക്കാണ്. അദ്ദേഹം നിലവിൽ MLA ആണ്, മന്ത്രിയാണ്, വ്യവസായ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്നയാളാണ്. ഞാൻ ആ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 2016 നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ വ്യവസായ രംഗത്തിന്റെ സ്ഥിതി അതീവ ദയനീയമായിരുന്നു. വ്യവസായ സൗഹൃദ കാര്യത്തിൽ ഇന്ത്യയിൽ 28ാം സ്ഥാനമായിരുന്നു കേരളത്തിൽ. 28ാം സ്ഥാനം. പണ്ട് തമാശയായിട്ട് പറയും പുറകിൽ നിന്ന് 1ാം സ്ഥാനം എന്നൊക്കെ പറയും. അതായിരുന്നു സ്ഥിതി. ഇപ്പോ LDF ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സഖാവ് P. രാജീവ് വ്യവസായ വകുപ്പിന് 5 വർഷം നേതൃത്വം കൊടുത്തതിന് ശേഷം ഇപ്പോ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ കേരളം 1ാം സ്ഥാനത്താണ്. അതാണ് പ്രത്യേകത. 1ാം സ്ഥാനം. 28ാം സ്ഥാനത്ത് നിന്നും 1ാം സ്ഥാനത്തേക്ക് കേരളത്തെ എത്തിച്ച വ്യവസായ വകുപ്പിന്റെ മന്ത്രിയാണ് സഖാവ് P. രാജീവ്. അദ്ദേഹത്തിന്റെ ഭരണ മികവ്, നേതൃപാടവം അത് നമ്മുടെ നാടിനും കേരളത്തിനും മുതൽക്കൂട്ടാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഒരു വോട്ട് രാജീവിന് കൊടുക്കണം എന്ന് നിങ്ങളുടെ അയൽപക്കക്കാരോട്, സുഹൃത്തുക്കളോട് ഒക്കെ അഭ്യർത്ഥിക്കണം. അങ്ങനെ അദ്ദേഹം വിജയിക്കുമ്പോൾ അത് കളമശ്ശേരിക്കും കേരളത്തിനും വലിയ നേട്ടമായി മാറും. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി ഏറ്റെടുക്കാൻ നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വേണ്ടിയല്ല ഈ യോഗം. നിങ്ങളെല്ലാം വോട്ട് ചെയ്യുന്നവരാണ്. ഇടതുപക്ഷ വിജയത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണ്. നിങ്ങളുടെ പരിചയക്കാരും ബന്ധുമിത്രാദികളും അയൽവക്കക്കാരുമായ സകലരോടും കേരളം നശിച്ചു പോകാതിരിക്കാൻ, കേരളം തകരാതിരിക്കാൻ ഇടതുപക്ഷത്തിന് ഇത്തവണ വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കാൻ, അവരെ പ്രേരിപ്പിക്കാൻ നിങ്ങളെല്ലാം ഉറച്ച മനസ്സോടെ തയ്യാറെടുക്കണം. ഇനിയുള്ള മണിക്കൂറുകളിൽ ഇടതുപക്ഷ വിജയം ഉറപ്പാക്കാൻ നിങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.